മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ കാണാത്തതിലുള്ള വിഷമത്തിലിരിക്കുന്ന മഹിയുടെ അടുത്തേക്ക് ലേഖ വരുന്നുണ്ട്. താനിങ്ങനെ വിഷമിക്കാതെ മഹി, മാർക്കോ പറഞ്ഞതുപോലെ 2 ദിവസം കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ കണ്ടേട്ടനെ കാണാലോ, പിന്നെന്തിനാ താനിങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല ലേഖേ, അന്ന് 2 ദിവസം കരുണയുടെ അച്ഛനും മുത്തശ്ശിയും എന്നോട് സ്നേഹം അഭിനയിച്ച് എന്നെ അപായപ്പെടുത്താനായിട്ട് തീരുമാനിച്ചപ്പോൾ അവരെന്നെ അമ്മയെ അയച്ച് അവിടേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം ഇന്ന് വരെ കണ്ണേട്ടനെ പിരിഞ്ഞ് ഞാൻ ഇരുന്നിട്ടില്ല. മാത്രമല്ല, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കണ്ണേട്ടനും അതൊരു ആശ്വാസമായേനെ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ തന്നെ കൊല്ലാൻ ശ്രമിച്ച കരുണയുടെ അച്ഛനും മേഘനും അവർ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ മാർക്കോയുടെ കൂടെ നിൽക്കണം. മാർക്കോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായിരിക്കുന്ന ചെറുപ്പക്കാർ ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായിരിക്കും. അങ്ങനെ സഹായിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ മോഹിച്ചായിരിക്കും വരുന്നത്. മാർക്കോയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. കണ്ണേട്ടൻ്റെയും മഹിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവതുല്യനായ ഒരാളാണ് മാർക്കോ എന്ന് ലേഖ പറയുമ്പോൾ ഒരു സഹോദരൻ ഇല്ലാത്തതിലുള്ള എൻ്റെ വിഷമം മാർക്കോയെ പരിചയപ്പെട്ടപ്പോഴും അടുത്ത് ഇടപഴകിയപ്പോഴും തീർന്നു. ഏത് വിഷമഘട്ടത്തിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ദൈവം തന്നെയാണെന്ന് മാർക്കോയെക്കുറിച്ച് മഹിയും പറയുന്നുണ്ട്. ആദ്യമായി മാർക്കോയെ ഞാൻ കണ്ടപ്പോൾ മാർക്കോ കറുപ്പും അണിഞ്ഞാണ് എൻ്റെ മുന്നിൽ വന്നത്. അന്ന് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ് എന്നെ രക്ഷിക്കാൻ എത്തിയതെന്നാണ് ഞാൻ കരുതിയത്. മാർക്കോയെ പോലുള്ളവർ ലോകത്ത് വളരെ മാത്രമേ ഉണ്ടാകൂ എന്ന് മഹിയും പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് എന്തായാലും മഹിയുടെ മുഖത്തുള്ള ഈ സങ്കടം എനിക്ക് കാണാൻ വയ്യ. കണ്ണേട്ടനെ കണ്ടു കഴിഞ്ഞാൽ മുഖം ഒന്ന് തെളിയും, നമുക്ക് കണ്ണേട്ടനെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ലേഖ തന്നെ കണ്ണനെ വീഡിയോ കോളിൽ വിളിക്കുന്നുണ്ട്. തുടർന്ന് കണ്ണേട്ടൻ്റെ പ്രാണസഖി കണ്ണേട്ടനെ കാണാത്തതിൽ വലിയ വിഷമത്തിലാണ്, ഞാൻ മഹിക്ക് ഫോൺ കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ലേഖ. ശേഷം മഹിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്താടോ ഇത്, 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നേരിൽ കാണാലോ, പിന്നെ താൻ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ എങ്കിലും കണ്ണേട്ടൻ്റെ കൂടെ ഇരുന്ന് കണ്ണേട്ടൻ്റെ വേണ്ടതെല്ലാം ചെയ്തു തരാൻ കഴിയാത്തതിലുള്ള വിഷമം എനിക്കുണ്ടെന്ന് മഹി പറയുമ്പോൾ 2 ദിവസം താനൊന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞ് മാർക്കോ പറഞ്ഞതുപോലെ ആ പ്രതാപനെയും മേഘനെയും ഞെട്ടിച്ചുകൊണ്ട് താൻ അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലണം. ഇത്രയും കാലം അവരെ എങ്ങനെ വെറുതെ വിട്ടത് തെറ്റായിപ്പോയി. തന്നെ അന്ന് ഗുണ്ടകളെ വിട്ട് പ്രതാപൻ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ അവരുടേത് അവസാനത്തെ കളിയാണ്. തൻ്റെ ചിതയാണെന്ന് കരുതി തീ കൊളുത്തിയതിന് ശേഷം അവരുടെ മുഖത്തുണ്ടായ സന്തോഷത്തെക്കുറിച്ചൊക്കെ മാർക്കോ എന്നോട് പറഞ്ഞിരുന്നു. ഇനി അവർക്കുള്ള ശിക്ഷ മാർക്കോ തന്നെ കൊടുക്കട്ടെ. താൻ ഒന്നും ആലോചിച്ച് വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹിയോട്. ഇതേ സമയം കരുണയാണെങ്കിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുറിയിൽ കയറി മഹിയുടെ വാർഡ്രോബ് എല്ലാം തുറക്കുന്നുണ്ട്. എന്നിട്ട് മഹിക്ക് അനന്തവും ലേഖയൊക്കെ ഗിഫ്റ്റായി കൊടുത്ത പെർഫ്യൂമും ഓർണമെൻറ്റ്സും ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം ഉണ്ണി വന്നിട്ട്, നീ എന്തിനാ കരുണ ഇതെല്ലാം ഇപ്പോൾ എടുത്ത് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇനി ഇതൊക്കെ എനിക്ക് തന്നെ അവകാശപ്പെട്ടതല്ലേ ഉണ്ണിയേട്ടാ, അവളുടെ സ്വർണവും ഈ സ്പ്രേയും എല്ലാം ഇനി എനിക്ക് സ്വന്തമല്ലേ എന്ന് പറയുമ്പോൾ, എല്ലാം ഒന്ന് കേട്ടടങ്ങട്ടെ കരുണ, എന്നിട്ട് മതി നീ ഇങ്ങനെ ഇതൊക്കെ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സംശയം തോന്നുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഈ പെർഫ്യൂമൊക്കെ പൂശി അവൾ അയാളോടൊപ്പം ഓഫീസിലേക്ക് പോകുമ്പോൾ എന്തൊരു സ്മെല്ലായിരുന്നു. പക്ഷേ ഞാൻ അതൊക്കെ അന്ന് അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഓർക്കുമ്പോൾ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല ഉണ്ണിയേട്ടാ. അവൾ ഇനി ഇതൊക്കെ എന്ന് പറയുമ്പോൾ അയാൾ ഇനി ഇതൊക്കെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഇനി അയാളുടെ ജീവിതത്തിൽ മറ്റൊരു കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. കല്യാണ ആലോചന നടത്തിയാലും നമ്മളായിട്ട് തന്നെ അത് മുടക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഒരിക്കൽ അയാൾ കല്യാണം കഴിച്ചതിൻ്റെ വിഷമമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്നും ഉണ്ണി പറയുന്നുണ്ട്. ഇനി ജ്വല്ലറിയിൽ നിന്നും ഉണ്ണിയേട്ടന് എനിക്ക് ഇഷ്ടമുള്ള ആഭരണം എടുത്തു തരാൻ കഴിയുമല്ലോ. അന്ന് ഉണ്ണിയേട്ടന് ഓർമ്മയില്ലേ, ഉണ്ണിയേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് നെക്ലസ് വാങ്ങാൻ പോയ സമയത്ത് അയാൾ അത് തടഞ്ഞു. പണം കൊടുത്തിട്ട് മാത്രം മതി നെക്ലസ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അതിനുള്ള കണക്കും അയാളോട് തീർക്കണമെന്നെല്ലാം ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ പരാതികളും ഞാൻ തീർത്ത് തരുന്നുണ്ട് കരുണേ, പക്ഷേ പെട്ടെന്നൊന്നും വേണമെന്ന് നീ വാശി പിടിക്കരുത്. കാരണം നമ്മളങ്ങനെ സന്തോഷിച്ചു കഴിഞ്ഞാൽ അത് പോലീസിന് സംശയത്തിന് ഇട നൽകുമെന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും വേണ്ട, സാവകാശം മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണയും. പിന്നീട് കാണിക്കുന്നത് മഹിക്കാണെങ്കിൽ കണ്ണനോടൊപ്പമുള്ള നിമിഷങ്ങളും അതുപോലെ തന്നെ കമലേശ്വരത്ത് നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. എല്ലാം ഓർത്തിട്ട് മഹിയുടെ മനസ്സ് വല്ലാതെ തന്നെ ഉലയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അമ്മയുടെ മുഖം മഹിയുടെ മനസ്സിൽ തെളിയുന്നുണ്ട് കേട്ടോ.
എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അരികിൽ എത്തിയിരുന്ന അമ്മ. പക്ഷേ അമ്മയെ കാണണമെന്ന് വെച്ചാൽ തന്നെ ക്ഷേത്രത്തിൽ പോകണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കഴിയില്ലല്ലോ എന്നും ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് കേട്ടോ മഹി. ശേഷം ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉറക്കം പിടിക്കുന്നതും സ്വപ്നത്തിൽ മഹി അമ്മയെ കാണുന്നുണ്ട് കേട്ടോ. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കരുതെന്നും മോളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും അധികം വൈകാതെ അവസാനിക്കും. മോളുടെ ഭർത്താവിനും ഉടനെ തന്നെ ഒന്നിച്ചു ചേരാനുള്ള സന്ദർഭം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം അമ്മ ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ്, മോളുടെ ഭർത്താവിന് നടക്കാൻ കഴിയും. ഇപ്പോൾ അമ്മയ്ക്ക് അത് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്ന് തന്നെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. സ്വപ്നത്തിലൂടെ മഹിയോട് പറയുന്നുണ്ട്, മോളുടെ ഭർത്താവും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുമൊത്ത് സുഖമായിട്ട് കഴിയുമെന്നും അമ്മ പറയുന്നുണ്ട്. ശേഷം പിന്നെ മോളെ രക്ഷിക്കാനെത്തുന്ന ആ ചെറുപ്പക്കാരനില്ലേ മാർക്കണ്ഡേയനെ മോളുടെ സഹോദരൻ്റെ സ്ഥാനത്തല്ലേ കാണുന്നത്. എന്നാൽ കേട്ടോളൂ, മാർക്കണ്ഡേയൻ മോൾക്ക് സഹോദരൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മഹി ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. അപ്പോഴും അമ്മ പറഞ്ഞ ആ വാക്കുകൾ മഹിയുടെ മനസ്സിലിങ്ങനെ മുഴങ്ങുന്നുണ്ട് കേട്ടോ. മാർക്കണ്ഡേയൻ തൻ്റെ സ്വന്തം സഹോദരനാണെന്ന് അമ്മ പറഞ്ഞ ആ വാക്കുകൾ മഹിയുടെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ ഒരു സ്വപ്ന ദർശനം തന്നത് എന്തിനായിരിക്കും? അതിലെന്തോ ഒരു കാര്യമുണ്ട്. അമ്മ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല എന്ന് തന്നെ ആലോചിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്